ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോർജ് ആൻ്റണി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ള ഡൽഗോണ കോഫി ഇപ്പോഴത്തെ ട്രെൻഡാണ്. അപ്പോൾ നമുക്കൊരു നല്ല ഉഗ്രൻ ഡൽഗോണ കോഫി എങ്ങനെ മേക്ക് ചെയ്യാം എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ലൈക്കും വിരോധമില്ലെങ്കിൽ ഒരു ഷെയറും പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷൻസ് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി ഓർപ്പിക്കാനാണ്, നമ്മുടെ കാമിക്കുമാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൽഗോണ കോഫി എങ്ങനെ ഉണ്ടാക്കാം അതിലേക്ക് വരാം. ഓക്കെ, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണതിന് എടുത്തിരിക്കുന്ന സാധനങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഇന്നൊരു പാക്കറ്റ് പാലാണ് നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് ഡൽഗോണ കോഫി ഉണ്ടാക്കാൻ. അത് ഏകദേശം ഒരു 2-2.5 ഗ്ലാസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 സ്പൂൺ കാപ്പിപ്പൊടി വേണം. അതുപോലെ 3 സ്പൂൺ പഞ്ചസാര, അതുപോലെ കുറച്ച് ചൂടുവെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനുള്ളതാണെന്ന് ഇപ്പോൾ കാണിക്കാം. ചൂടുവെള്ളം എന്തിനുള്ളതാണെന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അത് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യണം, കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് കാപ്പിപ്പൊടി ഇടുകയാണ്. 3 സ്പൂൺ. സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. ഇനി അതിലേക്ക് 3 സ്പൂൺ ചൂടുവെള്ളം, നമ്മളിപ്പോൾ എടുത്തു വെച്ചാണ് ചൂടുവെള്ളം കൂടി ഇടുകയാണ്. അപ്പോൾ ആദ്യം നമുക്കിപ്പോൾ ഈ ചൂടുവെള്ളം ഈ കാപ്പിപ്പൊടിയും പഞ്ചസാരയും നമ്മൾ എടുത്ത് വെച്ചേക്കണത് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ബീറ്റ് ചെയ്യുക. അതല്ല ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം എനിക്ക് തോന്നണം. ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കും സ്പൂൺ ആകുമ്പോൾ. അപ്പോൾ എന്തായാലും ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് ഇനി ഈ പറയുന്ന ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്താലും നല്ലതാണ്, പെട്ടെന്ന് മിക്സ് ആവാൻ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രിക് ബീറ്റർ വീട്ടിലുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, പെട്ടെന്ന് നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു കളറൊക്കെ മാറി ഒരു ക്രീം മോഡലാവും. കണ്ടോട്ടാ, ഇപ്പോൾ നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട്, കളറൊക്കെ മാറി. അപ്പോൾ ഇതുപോലെ നല്ല കളർ വ്യത്യാസം വരും, ക്രീം പോലെ തന്നെ ആവും. നല്ലോണം മിക്സായെന്ന് അറിയാനായിട്ടൊരു എളുപ്പ വഴി കൂടി പറഞ്ഞുതരാം. ഇത് കണ്ട, ഇത് നമ്മൾ ഇങ്ങനെ ഈ പ്ലേറ്റ് ഈ ബോൾ എടുത്ത് കഴിഞ്ഞാൽ ഇതണ്ട വീഴില്ല, താഴെ വീഴില്ല. ഇങ്ങനെ ആയ അതിൻ്റെ അർത്ഥം അത് ക്ലിയർ ആയി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ബാക്കി പരിപാടികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഉണ്ടാക്കുന്നത് ഡൽഗോണ കോഫി തന്നെ കോൾഡാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഐസ് കൂടി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഐസ് ഇട്ടിട്ട് എങ്ങനെ ഡൽഗോണ കോഫി കോൾഡ് ഉണ്ടാക്കാം എന്ന് കണ്ടുകൊള്ളുക. 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഐസ് ഇടുകയാണ്. ഓരോരുത്തരുടെ ആവശ്യാനുസരണം ഐസ് ഇടാം. നമ്മളൊരു 4 ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ. ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പാൽ ഒഴിക്കാൻ പോണേന്. നമ്മൾ ഈ ഒഴിക്കണ പാല് തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് ഇന്ന് ഒഴിക്കണം കേട്ടോ. അപ്പോൾ പാല് നമ്മൾ ഈ ഒരളവിലാണ് ഞങ്ങൾ ഒഴിച്ചേക്കണത്. നമ്മുടെ ഡൽഗോണ കോഫിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കണേണ്. നമ്മൾ ക്രീം ഈ പാലിൻ്റെ മേലിലേക്ക് അങ്ങനെ ഇടാൻ പോണേണ്, കണ്ടോളുക. അപ്പോൾ ഒരു ഉഗ്രൻ കോൾഡ് ഡൽഗോണ കോഫി റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നതാണ്. റെഡിയായി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഡൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്പം കൊക്കോ പൗഡറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിലേക്ക് വരാം. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഡൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. അതിന് മുമ്പ് ചേസ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. സൂപ്പർ അല്ലേ? സൂപ്പർ അല്ലേ? ആ
അപ്പൊ ഇത് ഡൽഗോണ കോഫി പോലെ തന്നെ ക്യാപിച്ചീനോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോ പാലിന് മുകളിലാണ് ക്രീം ഇട്ടത്. ക്യാപിച്ചീനോക്ക് ആദ്യം ക്രീം ഒഴിച്ചിട്ട് വേണം പാൽ ഒഴിക്കാൻ. അപ്പൊ ആദ്യം ക്യാപിച്ചീനോ ഉണ്ടാക്കാനായിട്ട് ആദ്യം ക്രീം ഇട്ടിട്ട് തിളപ്പിച്ച പാൽ ഒഴിക്കണം. അപ്പൊ ക്യാപിച്ചീനോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് പ്ലസ് ഒരു ഷെയർ, ആ ബെല്ലൈക്കണം കൂടി ഞാൻ കേൾക്കുക അല്ലേ? അടിപൊളിയല്ലേ അപ്പൊ? അപ്പൊ ഞാൻ എങ്ങനെ കഴിക്കാൻ പോണേ? അടിപൊളി. ആ ഓക്കെ, താങ്ക് യു. ഓഹോ, അടിപൊളി മീശ വന്നേക്കണം.